ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട ധനികനും അവന്റെ കുടുംബവും താമസിച്ചിരുന്നു. അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ബോബിയും മോളിയും അവർക്ക് സ്കൂൾ വെക്കേഷനായി. ഓബിയും മോളിയും പുഴയരികിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നമുക്ക് വെക്കേഷനായതുകൊണ്ട് എവിടേക്കെങ്കിലും ഒരു സോളോ ട്രിപ്പ് പോയാലോ, അച്ഛനോട് നമുക്ക് ചോദിച്ചു നോക്കാം. അങ്ങനെ അവര് അച്ഛനോടും അമ്മയോടും ഇത് പറഞ്ഞു. അപ്പൊ അവര് മക്കളുടെ സന്തോഷത്തിനു വേണ്ടി നമുക്ക് പോകാം എന്ന് പറഞ്ഞു. എന്നിട്ട് അയാളുടെ ഭാര്യയോട് പറഞ്ഞു, നമ്മളെന്താ ചെയ്യാ? പോകാനുമില്ല, സാമ്പത്തികവും ഒന്നും നമുക്കില്ലല്ലോ. അങ്ങനെ അവര് സങ്കടപ്പെട്ടിരുന്നു. അങ്ങനെ അവരുടെ ഒരു ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് അവരൊരു സോളോ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു വാഹനം സെറ്റാക്കി. അങ്ങനെ ബോബിയും മോളിയും നാളെ സോളോ ട്രിപ്പ് പോകുന്ന സന്തോഷത്തില് കിടന്നുറങ്ങി. അങ്ങനെ സന്ധ്യയായി നേരമിരുട്ടി. അങ്ങനെ അവരൊരു യാത്ര പോകാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ പുലർച്ചെയായപ്പോൾ അവർ അവരുടെ വാഹനത്തിൽ സന്തോഷത്തോടെ യാത്ര ചെയ്തു പോവുകയായിരുന്നു. അവിടെ അമ്മ പറഞ്ഞു, ദേ ഇങ്ങോട്ട് നോക്കിക്കേ, എന്തു ഭംഗിയായി സ്ഥലം കാണാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ബോബിയും മോളിയും വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. ബ്രെഡും ജാമും കഴിക്കുകയായിരുന്നു. അപ്പം നല്ല മഴ പെയ്യുണ്ടായിരുന്നു പുറത്ത്. ബോബിയും മോളിയും പറഞ്ഞു, നല്ല മഴയാണല്ലോ, ഇനി നമ്മളെന്താ ചെയ്യാന്ന് പറഞ്ഞ് അവര് വാഹനത്തിന്റെ ജനലരികിൽ പോയിരുന്നു, പുറത്തേക്ക് നോക്കിയിരുന്നു. അവരുടെ അച്ഛൻ പറഞ്ഞു, ഒരു ബീച്ച് സൈഡെത്തി, നമുക്കിവിടെ വണ്ടി നിർത്തി ഇവിടെ ടെന്റടിക്കാം, ഇവിടെ നമുക്കിന്ന് രാത്രി സ്റ്റേ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലത്തെത്തി. അങ്ങനെ അവര് ബീച്ച് സൈഡിൽ വണ്ടി നിർത്തി, അച്ഛനും പുറത്ത് ടെന്റൊക്കെ സെറ്റാക്കി. അങ്ങനെ അമ്മ അവിടെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതേസമയം അച്ഛൻ പുറത്ത് ഗ്രില്ലിടാനുള്ള തീ സെറ്റാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഗ്രിൽ ചെയ്യാനുള്ള ബീഫ് എടുത്തുകൊണ്ട് ബോബിയും മോളിയും അച്ഛന്റെ അടുത്തേക്ക് നടന്നു. അപ്പോൾ ബോബി പറഞ്ഞു, അച്ഛാ, ഇന്ന് ഞാൻ ഗ്രിൽ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് അവൻ സന്തോഷത്തോടെ ബീഫ് ഗ്രിൽ ചെയ്യാൻ തുടങ്ങി. ഇതേസമയം മോളി അവിടെ ബീച്ച് സൈഡിലിരുന്ന് കക്ക പെറുക്കുകയായിരുന്നു. അവൾ സന്തോഷത്തോടെ ബീച്ചിൽ കളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും ചേർന്ന് സ്നേഹത്തോടെ പാകം ചെയ്ത ആ ചൂടുള്ള ഭക്ഷണം ഓരോ പ്ലേറ്റുകളിലാക്കി വളരെ പതുക്കെ ടേബിളിലേക്ക് എടുത്തുവെക്കുന്നു. അവിടെ നിന്നും കൊതിപ്പിക്കുന്ന ആവി മെല്ലെ മെല്ലെ ഉയർന്നു പൊങ്ങുകയാണ്. എന്നിട്ട് അങ്ങകലെ കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നോക്കി അമ്മ സ്നേഹത്തോടെ വിളിച്ചു പറഞ്ഞു, ഭക്ഷണം റെഡിയായി, ബോബി, മൗളി ഓടിവായോ. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ആ ടേബിളിനു ചുറ്റും വന്നിരിക്കുന്നു. മുഖത്ത് വല്ലാത്തൊരു സന്തോഷം. അച്ഛൻ പതുക്കെ ആ ഭക്ഷണം എല്ലാവർക്കും വിളമ്പുന്നു. ആദ്യത്തെ ഉരുള കൈയിലെടുത്ത് മെല്ലെ വായിലേക്ക് വെക്കുമ്പോൾ ആ മുഖങ്ങളിൽ വിരിയുന്ന തൃപ്തിയും സന്തോഷവും വല്ലാത്തൊരു ഭംഗിയാണ് കാണാൻ. കടൽത്തിരകളുടെ ശബ്ദം കേട്ട് ആ മണൽപ്പരപ്പിലിരുന്ന് എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ഫുഡ് കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവര് വല്ലാത്തൊരു സന്തോഷത്തോടെയിരുന്നു. ആ വണ്ടിയുടെ സുരക്ഷിതത്വത്തിലിരുന്ന് പരസ്പരം തമാശകളും വിശേഷങ്ങളും പങ്കുവച്ച് ചിരിയോടെ അവർ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ആ യാത്രയിലും അവരുടെ ഉള്ളിൽ ആ സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. മോളിക്ക് കഥ പറഞ്ഞുകൊടുക്കുകയായിരുന്നു. അങ്ങനെ ഇരുട്ടായി അവര് വാഹനത്തിനുള്ളിൽ കിടന്നുറങ്ങി. അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു വെക്കേഷൻ ഇവിടെ അവസാനിച്ചു. അപ്പോൾ ബോബിയുടെയും മോളിയുടെയും ആ മനോഹരമായ വെക്കേഷൻ യാത്ര ഇവിടെ പൂർണ്ണമായി. ബോബിയുടെയും മോളിയുടെയും കഥ തുടരുന്നു. ഇനി നിങ്ങൾക്ക് ബോബിയുടെയും മോളിയുടെയും കഥ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, പിന്നെ കാണാം. അങ്ങനെ അവർ സന്തോഷത്തോടെയിരുന്ന് ഫുഡ് കഴിച്ചു.